ഈ പറഞ്ഞ കമന്റിലൂടെയും വേറുള്ളതും പുളുത്തി ഉണ്ടാക്കണവള് മാറി എന്റെ ഉമ്മാനെ അങ്ങോട്ട് കൊണ്ടേ നോക്കിക്കള്ളടി. എനിക്ക് വേണ്ടടി. എന്റെ മക്കൾക്ക് തുണി അയച്ചിട്ട് കൊടുക്കണം ഉമ്മാനെ എനിക്ക് ആവശ്യമില്ലടി. എനിക്ക് ആവശ്യമില്ലേ. എന്റെ മക്കള് വലുതായി 16 വയസ്സും 15 വയസ്സും 17 വയസ്സായ മക്കളാണ്. എന്റെ മക്കളുടെ മുന്നിൽ തുണി അയച്ചിട്ട് കൊടുക്കണ തള്ളനെ എനിക്ക് ആവശ്യം ഇല്ല. ഓക്കെ, നീ നിന്റെ സ്വന്തം പെറ്റ തള്ളയെ ചീത്ത പറയുകയാണ്, കത്തിക്കുകയാണ് നീ ചെയ്യുന്നത്. ഇതിലേറെ വല്ല വിഷം കൊടുത്ത് കൊല്ലല്ലോ നിനക്ക് നല്ല. എന്താ നീ ചെയ്യുന്ന തെറ്റിന്റെ ഗൗരവം നിനക്കറിയോ? നിസ്കരിക്കണം പോലും. ഇനി ഷാജി ഇവിടുന്ന് ഇറങ്ങണമെങ്കിൽ ഷാജിക്ക് ഒരു വീട് സ്ഥലമാവാണ്ട് ഷാജി ഇതിനുള്ളിൽ നിന്ന് ഇറങ്ങില്ല. പിന്നെ തള്ളന്റെ വീടാണ്, എപ്പ വേണേലും തള്ളക്ക് വരാതിരിക്ക. എങ്ങനെയടി വന്നിരിക്ക? എല്ലാം ഷാജിന്റെ അടി. ഗ്യാസ്, അടുപ്പ്, വേറുള്ളത്, ബാക്കിയുള്ളത്, വെള്ളം കെട്ടണത്, കറണ്ട് ബില്ല്, അങ്ങനെ കേബിളിന്റെ ബില്ല്, എല്ലാ പണ്ടാറും ഷാജി 2 കൊല്ലമായിട്ട് ചെയ്യുന്നതാടി. 2 കൊല്ലം മുന്നും ഷാജി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏത് ഈ ഷാജിന്റെ കൂടപ്പറപ്പല്ല ഈ കാണുന്ന തള്ളയല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്. തള്ളന്റെ വീടുണ്ടാവായിരിക്കാം, തള്ളന്റെ മണ്ണുണ്ടാവായിരിക്കാം, പക്ഷെ ഇതിനുള്ളിൽ കിടക്കുന്ന സാധനങ്ങൾ ഫുൾ എന്റെ കബീർക്ക് വാങ്ങിച്ചു തന്ന സാധനങ്ങളാണ്, ഞാൻ വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങളും. പിന്നെ ഈ 2 കൊല്ലമായിട്ട് ഞാൻ കെട്ടുന്ന കറണ്ട് ബില്ല്, ഞാൻ കെട്ടുന്ന വെള്ളത്തിന്റെ ബില്ല്, ഞാൻ കെട്ടുന്ന വേറുള്ളത് എല്ലാം ഷാജി ഇറക്കിയതാണ്. ഓക്കെ, ഷാജിന്റെയാണ് എല്ലാം. ഇവിടെ ഒരുത്തന്റെ ഇതിനുള്ളിൽ കയറ്റി വെച്ചിട്ടില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ തൊള്ള തുറന്ന് പറയട്ടെ. വളരെയധികം നൊട്ടോറിയസ്, ഫേമസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം കുപ്രസിദ്ധിയാണ്. അങ്ങനത്തെ ആളെ കുറിച്ച് അങ്ങനെ ഫേമസ് എന്ന് പറയാം? വൈറൽ വീഡിയോ ആണ് അവൾ ചെയ്യുന്നതൊക്കെ. എങ്ങനെയാണ് വൈറലാകുന്നത്? ഇങ്ങനെയുള്ള മനുഷ്യൻ കണ്ടാൽ അറക്കുന്ന വെറുക്കുന്ന കണ്ടന്റുകൾ അത് ഇട്ടിട്ടാണ് ഇവൾ വൈറലാകുന്നത്. അങ്ങനെ വൈറലായിട്ടാണ് യൂട്യൂബ് വരുമാനം ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കഴിവോ അല്ലെങ്കിൽ ഒരു ടാലന്റോ ഇല്ല. ഇങ്ങനത്തെ കുറേ എണ്ണമുണ്ട്. അവർക്ക് അവരുടെ ജീവിതം, അവരുടെ കൂടപ്പിറപ്പുകൾ, അവരുടെ ഉമ്മ ഉപ്പ, അവരുടെ ദുരന്തം, വീട്ടിലെ ദയനീയത, ഇതൊക്കെയാണ് അവർ കണ്ടന്റ് ആക്കിയാണ്ട് വിൽക്കുന്നത്. അത് തെണ്ടിയാണ്ടാണ് ജീവിക്കുന്നത്. അതിൽപ്പെട്ട ഒരു സ്ത്രീ, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സ്ത്രീക്കും അതുപോലെയുള്ള സ്വഭാവമുള്ള ആളുകൾക്ക് കൂടി അവരെ കുറ്റപ്പെടുത്തുകയല്ല, ഒറ്റപ്പെടുത്തുകയല്ല, അവർക്ക് ഒരു വിചിന്തനം, ഒരു പുനർവിചിന്തനം ഉണ്ടാകാൻ വേണ്ടിയിട്ടും അതിലൂടെ അവർ നന്മയുടെ വഴിയിലേക്ക് തെറ്റുകൾ തിരുത്തി വരാൻ വേണ്ടിയിട്ടും മാത്രമാണ് ഇത് പറയുന്നത്. ആ സ്ത്രീ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മാനസാന്തരപ്പെടട്ടെ, നന്മയിലേക്ക് വരട്ടെ. തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ്, തെറ്റുകൾ സംഭവിക്കാത്തവർ ലോകത്ത് വിരളമായിരിക്കും. മനുഷ്യനാണ്, അറിഞ്ഞോ അറിയാതെയൊക്കെ തെറ്റുകൾ സംഭവിക്കും. പക്ഷേ അത് കറക്റ്റ് ചെയ്യണം, തിരുത്തി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. താൻ പിടിച്ച മുയലിന് 3 ചെവി എന്ന് പറഞ്ഞ് അതിൽ തന്നെ കടിച്ചു തൂങ്ങുകയോ പിടിച്ചു തൂങ്ങുകയോ അല്ല വേണ്ടത്. അപ്പോൾ ഈ സ്ത്രീ സാധാരണഗതിയിൽ ഇസ്ലാം ശിരസുയർത്തി നിൽക്കുന്നത് തന്നെ മാതാപിതാക്കളെ അവരുടെ വാർദ്ധക്യ സമയത്തും അല്ലാത്ത സമയത്തുമൊക്കെ നല്ല പോലെ പൊന്നുപോലെ നോക്കുന്നത് മുസ്ലിങ്ങൾ അതിന് പേര് കേട്ടവരാണ് എന്ന നിലക്കാണ്. എന്നാൽ ഈ സ്ത്രീ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കു തന്നെ നാണക്കേടാണ്. മുമ്പും ചില വിവാദങ്ങളിൽ ഈ സ്ത്രീ പെട്ടെങ്കിലും അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. എന്നാൽ അതിനേക്കാൾ ഗൗരവമുള്ള ഒരു കാര്യമാണ്, തൻ്റെ അക്കൗണ്ടിൽ ഏകദേശം 2 ലക്ഷത്തിൽ ചില്ലാനം സബ്സ്ക്രൈബേഴ്സുള്ള തൻ്റെ അക്കൗണ്ടിൽ ആ ഉമ്മയുടെ അർദ്ധനഗ്ന വീഡിയോ വരെ ഇട്ടുകൊണ്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു തരം സാഡിസം എന്നൊക്കെ പറഞ്ഞാൽ അത് കുറഞ്ഞു പോകുമോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു സ്വഭാവം, ഒരു വൈകൃതം, ഒരു മനോവൈകൃതം. ഈ പെണ്ണൊരു സൈക്കോ ആണ് എന്ന് പോലും എനിക്ക് തോന്നിപ്പോവുകയാണ്. അങ്ങനത്തെ ആളോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടുത്തെ നാട്ടുകാരോ കുടുംബക്കാരോ ആരെങ്കിലും കൂടി ചികിത്സിക്കണം. അങ്ങനെയാണ് വേണ്ടത്. കാരണം അത്രത്തോളം ശല്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇവളെ കൊണ്ട്. സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ. ഇവളെ റിയാക്ട് ചെയ്യുന്ന വീഡിയോയും ഒക്കെയാണ് ഉള്ളത്. ഇവള് ഒരു എന്താ പറയുക, നമ്മുടെ അറിവില്ലായ്മ അലങ്കാരമായി കൊണ്ടുനടക്കാന്ന് പറഞ്ഞ പോലെ ഇവരുടെ ഈ വൃത്തികേട്, ഈ സ്വന്തം മാതാവിനെ പൊതുജന മധ്യത്തിൽ വെറിച്ചുകൊണ്ട് പച്ചയ്ക്ക് പിച്ചി തിന്നുന്ന ഈ നെറികേട് തെറി പറഞ്ഞുകൊണ്ട് ഇതൊരു അലങ്കാരമായിട്ട്, അവൾ യൂട്യൂബ് വരുമാനം കണ്ടെത്തുന്നതിലൊക്കെ എന്തൊരു അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. അവൾ വന്ന വഴി മറന്നുകൊണ്ട് ഏത് നിലക്കാണ് എത്തിയത്. ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളും വ്യൂവേഴ്സും ഒക്കെ പലരും ഇവളുടെ ഗതികേട് കണ്ടുകൊണ്ട് ആ കുട്ടികളെ ഓർത്തിട്ടാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയെങ്കിലും ഒരു വരുമാനം കിട്ടി ജീവിച്ചു പോയിക്കോട്ടെ കരുതിയിട്ട്. അതിന് നെകളിപ്പാണ് ഇപ്പോൾ അവൾക്ക്, അഹങ്കാരമാണ്. അല്പന് എന്തോ കിട്ടിയാലേ നമ്മൾ സാധാരണ പറയാറുണ്ട് എന്നതുപോലെയാണ്.
ഈ സ്ത്രീയുടെ ഓരോ കാര്യങ്ങൾ. നിനക്ക് കണ്ട ആണുങ്ങളുടെ അസുഖം മാറ്റലാണോടി പണി? പോലീസിൽ ഉറങ്ങാനായില്ലേ നാളെ? ആണെടി, ഞാൻ എല്ലാ ആണുങ്ങളുടെ അസുഖം മാറ്റി കൊടുക്കണേ. നിന്നെ പോലുള്ളവർക്ക് പറ്റാത്തോണ്ടാണല്ലോടി ഞാൻ അസുഖം മാറ്റുന്നത്. എടി, നിന്നെ പോലുള്ളവന്മാര് പറ്റാത്തോണ്ട് എന്റെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നീയൊക്കെ ചത്ത വിടുന്ന് ഞാൻ വെച്ചിട്ടുണ്ടാവും. നീയൊക്കെ ചത്ത സാധനം. അതുകൊണ്ടാണ് എന്റെ അടുത്തേക്ക് വരുന്നതേ. എടി, എന്റെ അടുത്തേക്ക് നിന്റെ കെട്ടിയോ വരണമെങ്കിൽ നീ ചത്ത സാധനമായതുകൊണ്ടാണല്ലോ. നിന്നെ ചത്ത പോലെ കടന്ന് പിന്നെ ആർക്കും വേണടി. അപ്പൊ നല്ല ഉസിരുള്ള ആൾക്കാരനെ തേടി പോവും. ഇത് സ്വാഭാവികം. ആണുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ പോലെയുള്ള ചത്ത ശവങ്ങളിലൊന്നും അവർക്ക് വേണ്ട. അതാണ് വേറെ വേലി ചാടുന്നത്. അതിൽ നിങ്ങൾക്ക് ആക്ഷേപിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കെട്ടിയമ്മനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടി. എന്തു ചെയ്യാനാ? പാവങ്ങള് അവർക്ക് വിശപ്പ് മാറ്റാൻ വേറുള്ളവിടെ പോയേ പറ്റുള്ളൂ. നിങ്ങളുടെ ഒന്നും അത് വേണ്ട, നിങ്ങളുടെ അത് കിട്ടണില്ല എന്ന് പറഞ്ഞാൽ അവന്മാര് വേറെ പോവും. അതുപോലെ അവളുമാര് വേറെ പോടി. എന്താ ചെയ്യാ? ചത്ത ശവങ്ങൾ ആർക്ക് വേണം? ഒക്കെ ചത്ത ശവങ്ങളാണ്. 12 മണിക്കും 1 മണിക്കും വെറുതെ അല്ല എന്റെ ലൈവ് വന്നിരിക്കണേ. അവന്മാർക്ക് വേണ്ട ചത്ത ശവങ്ങളല്ല. പിന്നെ എങ്ങനെയാണ് കണ്ട പെണ്ണുങ്ങളെ? എന്നേന്നല്ലടി, വേറെ ഏത് നല്ല പെൺകുട്ടികളെ കണ്ട അവരുടെ പിന്നാലെ പോവടി. എന്താണ് നിന്റെ അടുത്ത് അത് കിട്ടാത്തോണ്ടാടി അവര് വേറെ തേടി പോണത്? അതിന് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പാവങ്ങളാടി. എന്റെ കെട്ടിയാൻ 15 കൊല്ലം ഒരാളും തേടി പോയിട്ടില്ലടി. അന്തസായ അടിപൊളിയായിട്ട് എന്റെ കൂടെ കിടന്നിട്ടടി. അതുകൊണ്ട് എനിക്ക് പേടിയില്ലടി. മരിച്ചു പോണവരെ എന്നെ തൊട്ടിട്ടുള്ളൂ, വേറെ ഒരാളെ തൊട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ എന്നെ വേറെ ഒരാള് നിന്റെ കെട്ടിയനൊക്കെ തേടി വരുന്നുണ്ട് പറഞ്ഞാൽ നീ ചത്ത ശവാണ് അവന്റെ മുന്നിൽ. അതുകൊണ്ടാണ് വേറെ തേടി വരുന്നത്. അതിന് നീ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടി. നീ വേണ്ടതൊക്കെ കൊടുക്കടി. അപ്പൊ അവൻ എവരുടെ അടുത്തേക്കും പോവില്ല. എനിക്ക് കല്യാണം കഴിഞ്ഞ കിളവന്മാരനെ 10, 20, 22, 23, 18, 19, 20 അങ്ങനെയുള്ള ഏജുകള്. പിന്നെ നിന്നെ പോലെയുള്ള കെട്ടിയന്മാർക്ക് അസുഖം തീർക്കാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അങ്ങനെയുള്ളവര് ഞാൻ ലിസ്റ്റിൽ എടുത്തിട്ടുണ്ട്. എന്താടി നിനക്ക്? ഞാനാടി. അതിനെന്താടി നിനക്ക് നഷ്ടമുണ്ടടി? നിനക്ക് വല്ല നഷ്ടമുണ്ടടി? നിന്റെ വീട്ടിലല്ലല്ലോ പണിയെടുക്കണത്, ഞാനല്ലടി പണിയെടുക്കണത്. കാസർഗോഡ് പോക്കില്ലേ? കാസർഗോഡ് പോകലുണ്ടടി. ഇപ്പൊ ടൈമില്ലടി. എനിക്ക് വിശക്കുമ്പോ ഞാൻ കാസർഗോഡ് പോകാലുണ്ടടി. എന്തടി മോളെ? എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടടി? എനിക്ക് എന്തെങ്കിലും പറയണ്ട? കാസർഗോഡുള്ളവരും കണ്ണൂരുള്ളവരും കൊച്ചിയുള്ളവരും കൊയിലാണ്ടിയുള്ളവരും മലപ്പുറത്തുള്ളവന്മാരൊക്കെ എന്റെ പിന്നാലെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്തിനാടി വേസ്റ്റുകളെ അവിടെ അവന്റെ കെട്ടുകളന്മാരാവട്ടെ ഇരിക്കുന്നത്? വേസ്റ്റ് അടി നിങ്ങളൊക്കെ. അതുകൊണ്ടാടി അവന്മാര് പല ആൾക്കാരും തേടി പോണത്. അത് നിങ്ങൾക്ക് കഴിവില്ലാത്തോണ്ടല്ലടി. നാണമില്ലാത്ത ചെറ്റകളെ എന്തിനാടി കമന്റ് ഇട്ടിട്ട് നാറാൻ നിക്കണ? നിങ്ങൾ തന്നെ നാറുന്ന എന്തിനാടി? കണ്ണൂരുള്ളവരും കാസർഗോഡുള്ളവരും കൊച്ചിയുള്ളവരും കൊയിലാണ്ടിയുള്ളവരും മലപ്പുറം തിരൂര് അതുപോലെ കൊല്ലം എന്താ പറയാ തിരുവനന്തപുരത്തേക്ക് എല്ലാ ആൾക്കാരും എന്നെയാണോ അങ്ങനെ അടിയാതെ പുല്ലത്തികളെ നിങ്ങൾ ചത്ത ശവങ്ങളായിട്ടുള്ളടി. എന്താടി ഞാൻ അറിയില്ലടി. എന്നെ പോലുള്ള പെൺകുട്ടികളെ അവര് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് റെസ്പെക്ട് ഉണ്ടെങ്കിൽ, ആണുങ്ങൾക്ക് റെസ്പെക്ട് ഉണ്ടെങ്കിൽ അത് നീയൊക്കെ വീട്ടില് ശവമായതുകൊണ്ടാടി. നീയൊക്കെ വീട്ടില് ശവങ്ങളാണ്. അതുകൊണ്ട് അവർക്ക് അങ്ങനെയൊക്കെ തോന്നോടി. എന്താ ചെയ്യാ? എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഉമ്മാനെ നോക്കാൻ ആരുമില്ല. ഏത് മക്കളും ഇല്ല. 3 മക്കൾ. ഞാനാണ് 2 കൊല്ലം നോക്കിയിട്ടുണ്ടായിരുന്നത്. ഞാനും ഇല്ല അപ്പൊ അത്രയും സ്നേഹമുള്ള ആൾക്കാർ ആരാണോ ലൈവിലും മറ്റോടെയും മറിച്ചോടെയും വീഡിയോന്റെ താഴെ കമന്റായിട്ട് വരുന്നവര് അവരുമ്മാനെ കൊണ്ടുപോയിക്കോളി. ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉമ്മാനേ ആവശ്യമില്ല. എൻ്റെ മക്കൾക്ക് പേരക്കുട്ടികൾക്ക് ഉമ്മമാനെ ആവശ്യമില്ല. ആവശ്യമുള്ളവർ കൊണ്ടുപോയിക്കോ. എനിക്ക് തരാനുള്ള 2 ലക്ഷം രൂപ തന്നിട്ട് കൊണ്ടുപോയിക്കോ. എന്ന് പോലും അവരോട് പറയുന്നത്. നീ എന്ത് തെറിയടി പറയുന്നത്? നിന്റെ ഉമ്മയാണ് നീ തെറി പറയുന്നത്, നിന്റെ മക്കളല്ല. മക്കളെയും പറയാൻ പാടില്ല. നിന്റെ പെറ്റ ഉമ്മ ആ വയറിനടി നീ തെറി പറയുന്നത്. നീ ചെയ്യുന്ന തെറ്റിന്റെ ഗൗരവം എന്താന്ന് എനിക്കറിയോ? എന്താ നീ വിചാരിച്ചേ? ഇത്രയും ആളുകൾ ഇത് കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു വിചാരം പോലും നിനക്കില്ലല്ലോ അല്ലേ? ഇങ്ങനെയാണോ വൈറലാവേണ്ടത്? ഒരു കാര്യപ്പെട്ട കഴിവ് ഏതായാലും ഇല്ല. എന്തെങ്കിലും മനുഷ്യന്മാർക്ക് എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടോ നല്ലത് പറഞ്ഞിട്ടൊക്കെ അങ്ങനെയല്ലേ നമ്മൾ പിന്നെ ആൾക്കാരുടെ ഇടയിൽ നമ്മളൊരു സ്റ്റാറ്റസും പദവി നമുക്ക് കിട്ടണ്ടേ? ഇങ്ങനെ ഇതൊക്കെ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടാണ് ആൾക്കാരുടെ ഇടയിൽ ഇതിനാണ് ഫേമസ് ആകുമെന്ന് പറയാം. ഇത് നൊട്ടോറിയസ് ആകില്ലേ? നമ്മളെ വില നമ്മൾ തന്നെ കളഞ്ഞു വിളിക്കല്ലേ? ഇങ്ങനെ ജീവിച്ചിട്ടെന്താ കാര്യം? ഇതിനും വേറെ ജീവിക്കാതിരിക്കല്ല നല്ലേ? ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ സ്വന്തം മാതാപിതാക്കളൊക്കെ ചീത്ത പറഞ്ഞ് അവരെ തെറി പറഞ്ഞ് എന്നിട്ട് അതാരെങ്കിലും പറയുകയാണെങ്കിൽ അവരെയും നീ കയറി മെയ്യ. നല്ല ധീരത ശൂരതയല്ലേ? നല്ല അഭിമാന അന്തസ്സുള്ള ഏർപ്പാടല്ലേ നീ ചെയ്യണേ?